എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള യൂണിവേഴ്സിറ്റി ഫീ പേയ്മെൻറ്റ് നാളെ അവസാനിക്കും. അതായത് ജൂൺ 21 അവസാനിക്കും. അപ്പോൾ ജൂൺ 21 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. 5 മണി വരെ ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഇഷ്യൂ കാരണം ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഇഷ്യൂ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് admissions.kannur.ac.in/FRYUGADM2025/index.php എന്നുള്ള ആ ഒരു പേജ് വഴി ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഹോം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഹോം പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ അതിനു മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അഡ്മിഷൻ എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ തന്നെ മതി എന്നാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി നമുക്ക് ഈ ഒരു കാര്യം നോക്കിയ ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ലോഗിൻ ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ്, അതുപോലെ തന്നെ ഇവിടെ കുറച്ച് നമ്പർ നിങ്ങൾ നോക്കുന്ന സമയത്ത് വേറെ നമ്പർ ആയിരിക്കും കാണുക, അതാണ് വെരിഫിക്കേഷൻ കോഡ്. അപ്പോൾ ആ ഒരു കോഡ് നിങ്ങൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ ഇൻ ചെയ്യുക. പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ക്യാപ്പ് ഐ ഡി, അതായത് ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ അത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ലിങ്ക് വരും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പുതിയ പാസ്വേഡ് കൊടുത്ത് പാസ്വേഡ് റീസെറ്റ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക, അതായത് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് സൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കാൻഡിൽ ലോഗിൻ ചെയ്യാനുള്ള പേജിൽ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, അതുപോലെ അവിടെ കാണുന്ന ആ ഒരു വെരിഫിക്കേഷൻ കോഡ് കൊടുക്കുക, സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഏത് കോളേജിൽ ഏത് കോഴ്സിനാണ് കിട്ടിയതെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഫീ പേയ്മെൻറ്റ് എത്രയാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന ഫീസ് ജനറൽ വിഭാഗമാണെങ്കിൽ 990 രൂപയാണ്, SC/ST ആണെങ്കിൽ 925 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതായത് പേ ഫീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിൽ ആ ഒരു ക്ലിക്ക് ചെയ്യുക. അതായത് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് പരിശോധിച്ച് ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് പേ ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു SB ഇ-പേ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ UPI ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ UPI ID കൊടുക്കേണ്ടതായിട്ടുണ്ട്. UPI ID കൊടുത്ത ശേഷം അത് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടുള്ള UPI ID ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക്, അതായത് ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന UPI ID ആപ്പ്, ചിലപ്പോൾ ഗൂഗിൾ പേ, അതുപോലെ Paytm, അതുപോലെ തന്നെ ഫോൺ പേ, അതുപോലെ തന്നെ ചിലപ്പോൾ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതാണോ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അവിടെ നിങ്ങളുടെ ആ ഒരു ബാങ്കിൻ്റെ ആ ഒരു സെക്യൂരിറ്റി കോഡ്, അതായത് UPIയുടെ ആ ഒരു പാസ്വേഡ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ബാക്കി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതും. അങ്ങനെ ആ ഒരു പേയ്മെൻറ്റ് ആ ഒരു ആപ്പിൽ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ച ആ ഒരു ടാബ് ഓപ്പൺ ചെയ്യുക. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പ്രൊഫൈൽ പേജ് ആ ഒരു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആവുകയും അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ അത് പേയ്മെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ആ ഒരു പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ പേയ്മെൻറ്റ് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഇവിടെ ഉണ്ടാകും, അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഇമെയിൽ ID ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇമെയിൽ ID യിലേക്കും നിങ്ങൾക്ക്
മെസ്സേജ് അയക്കാം. ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ആ ഒരു ഫോൺ നമ്പറിൽ നിങ്ങൾക്ക്, അതായത് ഈ ഒരു ഫോൺ നമ്പറാണ്, അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ തന്നെയാണ് മതി എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഓൾറെഡി അവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യണം. സീറ്റ് കൺഫേം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ ആ ഒരു സീറ്റ് തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു ഹയർ ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണം. നിങ്ങൾ ക്യാൻസൽ ചെയ്ത ഹയർ ഓപ്ഷൻ യാതൊരു കാരണവശാലും തിരിച്ച് നിങ്ങൾക്ക് അത് വീണ്ടും പുനഃസ്ഥാപിച്ച് നൽകുന്നതല്ല. ഇപ്പോൾ അതെങ്ങനെയാണെന്ന് പറയാം. നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങളവിടെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വേറൊരു ഓപ്ഷൻ മുകളിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ നേടാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്, അതായത് അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. കാരണം അവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കൺഫേം ആയി എന്ന് മനസ്സിലാക്കാം. കാരണം ഒന്നാമത്തെ ഓപ്ഷനിൻ്റെ മുകളിലുള്ളത് ഓപ്ഷൻ 0 0 എന്നുള്ള ഒരു ഓപ്ഷൻ പരിഗണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയ ആ ഒരു സീറ്റിൽ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിലവിൽ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾ ചോദിച്ചതാണ്, കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫീസ് അടച്ചാൽ പോരെ, ഇപ്പോൾ എന്തിനാണ് അടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ഈ ഒരു കോളേജിൽ അടക്കേണ്ട ആ ഒരു മാൻഡറ്ററി ഫീസ്, യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല, അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതുമായിരിക്കും. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് അത് ഇഷ്ടപ്പെട്ട ആ ഒരു ഓപ്ഷൻ ആയിക്കോട്ടെ, ഇഷ്ടമില്ലാത്ത ഓപ്ഷൻ ആയിക്കോട്ടെ, നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കൺഫേം ആയി എന്ന് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഒരു 20 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് ശേഷം 6, 7, 8 ഓപ്ഷൻ, അതായത് 8, 9 അങ്ങനെ 20 വരെയുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. അപ്പോൾ പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ അത് പരിഗണിക്കില്ല. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇവിടെ പരിഗണിക്കുന്നത് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ആണ്. അതായത് അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടിയാൽ 1 മുതൽ 1, 2, 3, 4 എന്നിങ്ങനെയുള്ള ആ ഒരു ബാക്കിയുള്ള ഓപ്ഷൻ മാത്രമാണ് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്കിപ്പോൾ ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷൻ താല്പര്യമില്ല എന്നാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തി നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ എവിടെയാണോ കിട്ടുന്നത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഓപ്ഷൻ ഇനി വേണ്ട എന്നാണെങ്കിൽ അതിനെ മാത്രമായിട്ട്, അത് സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്ഷനെ മാത്രമായിട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ആ ഒരു ഓപ്ഷനും അവിടെ നിലനിർത്തുകയാണെങ്കിൽ അങ്ങനെ നിലനിർത്താം. അതുപോലെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് മതി എന്നാണെങ്കിൽ, ഇപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ തന്നെയാണ് മതി എന്നാണെങ്കിൽ അവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഓപ്ഷനിൽ, അതായത് ഇപ്പോൾ കിട്ടി നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത സീറ്റ് തന്നെയായിരിക്കും അവിടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾ അവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് അടുത്ത അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ സീറ്റ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾ അവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുതിയ ആ ഒരു ഓപ്ഷനിലേക്ക് മാറ്റുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം സംഭവിക്കുന്നത് ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും റിമൂവ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾക്ക് നേടാവുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുള്ളൂ. സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ മാൻഡറ്ററി ഫീ പേയ്മെൻ്റ് ആയിട്ടുള്ള ആ ഒരു ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സർക്കുലർ പ്രകാരം അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് തങ്ങളുടെ പ്രൊഫൈൽ പരിശോധിക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 21/6/2025 അത് നാളെയാണ്. അപ്പോൾ ആ ഒരു തീയതിക്കുള്ളിൽ അഡ്മിഷൻ ഫീസ് ഓൺലൈനായിട്ട് SBEPay വഴി മാത്രം നിർബന്ധമായിട്ടും അടക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാവേണ്ടതില്ല. അതായത് നിങ്ങൾ ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാവേണ്ടതില്ല. അതുപോലെ മറ്റു രീതിയിൽ ഫീസ് അടച്ചാൽ ഒരു കാരണവശാലും പരിഗണിക്കുന്നില്ല. ഫീസ് അടക്കാത്തവർക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാകുകയും തുടർന്നുള്ള അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താവുന്നതും ആണ്. അഡ്മിഷൻ ഫീസ് ജനറൽ വിഭാഗത്തിന് 990 രൂപയും SC/ST വിഭാഗത്തിന് 925 രൂപയുമാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് പേ ഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്താണ് ഫീസ് അടക്കേണ്ടത്. വിദ്യാർത്ഥികൾ അഡ്മിഷൻ ഫീസ് വിവരങ്ങൾ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടതാണ്. നിങ്ങൾ അടച്ച ഫീസ് പ്രൊഫൈലിൽ വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അഡ്മിഷൻ ഫീസ് അടക്കാത്ത അപേക്ഷകരുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കുന്നതാണ്. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ യാതൊരു കാരണവശാലും അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ സംതൃപ്തരല്ലെങ്കിൽ പോലും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അതിനായിട്ട് അഡ്മിഷൻ ഫീസ് യഥാക്രമം
യഥാസമയം അടയ്ക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച അപേക്ഷകർ തങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ സംതൃപ്തരാണെങ്കിൽ അഡ്മിഷൻ ഫീസ് അടച്ച ശേഷം അവരവരുടെ ഹയർ ഓപ്ഷനുകൾ 21/6/2025 തീയതിക്കുള്ളിൽ നീക്കം ചെയ്യേണ്ടതാണ്. ഇപ്രകാരം സ്വന്തം ഇഷ്ടത്തിന് റദ്ദ് ചെയ്ത ഹയർ ഓപ്ഷനുകൾ ഒരു കാരണവശാലും പിന്നീട് പുനഃസ്ഥാപിച്ച് കൊടുക്കുന്നതല്ല. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന അപേക്ഷകരെ അടുത്ത അലോട്ട്മെൻറ്റിൽ ആ ഒരു ഓപ്ഷനുകളിലേക്ക് പരിഗണിക്കുന്നതും അവർക്ക് പുതിയ അലോട്ട്മെൻറ്റ് നിർബന്ധമായിട്ടും സ്വീകരിക്കേണ്ടതാണ്. അതായത് നിങ്ങൾ ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തി നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു കിട്ടിയ ഓപ്ഷനിലേക്ക് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് 23/6/2025 പ്രസിദ്ധീകരിക്കും. അതുപോലെ കോളേജ് അല്ലെങ്കിൽ പഠന വകുപ്പ് പ്രവേശനം. അപ്പോൾ അഡ്മിഷൻ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് നടത്തുന്നതാണ്. 1-2 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രം അതത് കോളേജുകളിൽ പഠന വകുപ്പുകളിൽ അഡ്മിഷന് വേണ്ടി ഹാജരാകേണ്ടതാണ്. അഡ്മിഷൻ ഷെഡ്യൂൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അഡ്മിഷൻ ലഭിച്ചവർ കോളേജിൽ പഠന വകുപ്പുകളിൽ ഹാജരാക്കുന്നതിനുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രം വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് മെമ്മോയോടൊപ്പം താഴെ കൊടുത്തിരിക്കുന്ന രേഖകളും പ്രവേശന സമയത്ത് അതത് കോളേജുകളുടെ പഠന വകുപ്പുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ ഹാജരാക്കേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, രജിസ്ട്രേഷൻ ഫീസ്, അഡ്മിഷൻ ഫീസ് എന്നിവ ഓൺലൈനായിട്ട് അടച്ച റെസിപ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ യോഗ്യതാ പരീക്ഷയുടെ അസൽ മാർക്ക് ലിസ്റ്റ്, അത് +2 സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അത് ഒറിജിനൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഡിജി ലോക്കറിൽ നിന്നുള്ള ആ ഒരു +2 സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ജനനത്തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതിന് SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതുപോലെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അത് TC ആണ്. അതുപോലെ കോഴ്സ് ആൻഡ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ ഒറിജിനൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ OEC വിഭാഗം വിദ്യാർത്ഥികളും ഏതെങ്കിലും ഒരു കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി തെളിയിക്കുന്നതിനുള്ള ഏതെങ്കിലും ഒരു രേഖ ഹാജരാക്കണം. അതുപോലെ EWS വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ SC/BC വിഭാഗം വിദ്യാർത്ഥികൾ, അത് ബാക്കിയുള്ള വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ ഒറിജിനൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള അസൽ സർട്ടിഫിക്കറ്റ്, അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ. അതുപോലെ തന്നെ അതായത് നിങ്ങൾക്കിപ്പോൾ ഗ്രേസ് മാർക്ക് കിട്ടാനായിട്ട് NSS, NCC ഇതുപോലുള്ളവയൊക്കെ ഉണ്ടാകും. അതാണ് ആ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ HSC, VHSC, THSC, CBSE, CISE, NIOS, കേരള +2 തുല്യതാ പരീക്ഷ എന്നിവ ഒഴികെയുള്ള മറ്റ് ബോർഡുകളിൽ നിന്നും യോഗ്യതാ പരീക്ഷ പാസ്സായവർ കണ്ണൂർ സർവകലാശാലയിലൂടെ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ നേറ്റിവിറ്റി തെളിയിക്കുന്നതിനായിട്ടുള്ള ഏതെങ്കിലും ഒരു രേഖ, അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ തെളിയിക്കുന്നതിനായിട്ടുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്, ഫീസ് അടച്ച വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള പ്രിൻ്റ് ഔട്ട്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് വേണ്ടത്. അതുപോലെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ചതിൻ്റെ വിവരങ്ങൾ അടങ്ങിയ പ്രിൻ്റ് ഔട്ട് കൈവശം സൂക്ഷിക്കേണ്ടതാണ്. ഈ ഒരു പ്രിൻ്റ് ഔട്ട് അഡ്മിഷൻ സമയത്ത് കോളേജിൽ അല്ലെങ്കിൽ പഠന വകുപ്പുകളിൽ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ, അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ ഓപ്ഷനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെയോ മറ്റേതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു കിട്ടിയ ഓപ്ഷൻ തന്നെ മതി എന്നാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ആ ഒരു കിട്ടിയ ഓപ്ഷൻ വേണ്ട, ഇനി മറ്റേതെങ്കിലും ഓപ്ഷനാണ് വേണ്ടതെങ്കിൽ നിങ്ങളവിടെ ഓൾറെഡി മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ്, അതായത് ആ ഒരു 990 അല്ലെങ്കിൽ 925 ആ ഒരു പൈസ നിങ്ങൾക്ക് എത്രയാണോ ആ ഒരു പൈസ അടച്ച ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻസിനെ അവിടെ തന്നെ നിലനിർത്താവുന്നതും പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ ആ ഒരു കിട്ടിയിട്ടുള്ള പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഥവാ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറെ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു അഞ്ചാമത്തെ ഓപ്ഷനിൽ തന്നെ നിങ്ങൾ പോയിട്ട് കോളേജിൽ പോയിട്ട് ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നത് ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുന്നതും അഡ്മിഷൻ നേടാനായിട്ട് പറ്റുന്നതും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.